തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ശസ്ത്രക്രിയ മുടങ്ങും. ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങി നൽകാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിലെ ശസ്ത്രക്രിയകളാണ് മുടങ്ങുന്നത്. സാഹചര്യം ചൂണ്ടിക്കാട്ടി ഡോക്ടേഴ്സ് ശ്രീചിത്ര ഡയറക്ടർ സഞ്ജയ് ബിഹാരിക്ക് കത്തു നൽകി. കത്തിന്റെ പകർപ്പ് 24 ലഭിച്ചു. മനീഷ് മഹിപാൽ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മനീഷ്, കൂടുതൽ ശസ്ത്രക്രിയകൾ നടക്കുന്ന ഒരു ആശുപത്രിയും ഒരു വിഭാഗവുമാണ് അത്. അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? ഇതിൽ എന്തെങ്കിലും ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടോ? ഇത് സംബന്ധിച്ച് നിലവിൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്, അതായത് നേരത്തെ 2023 ഈ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന വിതരണക്കാരുമായ ഒരു കരാർ ഉണ്ടായിരുന്നു. ആ കരാർ പിന്നീട് പുതുക്കിയിട്ടില്ല. പക്ഷേ വില കൂട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പുതുക്കാതിരുന്നത്. അവർ നിലവിൽ ഇത്തരത്തിലുള്ള സാമഗ്രികൾ വിതരണം ചെയ്യുന്നത് നിർത്തിവെക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാർ, അതായത് ന്യൂറോളജി വകുപ്പ് മേധാവി അടക്കം 9 ഡോക്ടർമാരാണ് ശ്രീചിത്ര ഡയറക്ടർക്ക് ഇത് സംബന്ധിച്ച് കത്ത് കൈമാറിയിട്ടുള്ളത്. നിലവിൽ ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് ഈ അധികകാലം ഈ രീതിയിൽ ശസ്ത്രക്രിയ മുടങ്ങുകയില്ല. പുതിയ ഒരു പദ്ധതി നിലവിൽ ഈ വിതരണക്കാരുടെ പക്കൽ നിന്നും കരാർ അടിസ്ഥാനത്തിൽ വാങ്ങിക്കുന്ന സാമഗ്രികളല്ലാതെ പുതിയൊരു പദ്ധതി തുടങ്ങിക്കൊണ്ട് അത്തരത്തിലുള്ള സാമഗ്രികൾ ലഭ്യമാക്കാനുള്ള നടപടികൾ ഉടൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയാം, പക്ഷാഘാതമടക്കം ക്യാൻസർ അടക്കമുള്ള നിരവധി രോഗങ്ങൾ സംബന്ധിച്ചുള്ള ആശുപത്രിയിൽ രോഗികൾ എത്തുന്ന ഒരു ആശുപത്രിയാണ്. ദേശീയ പ്രാധാന്യമുള്ള എയിംസ് പോലെ ദേശീയ പ്രാധാന്യമുള്ള ഒരു ആശുപത്രിയിലാണ് ഈ രീതിയിൽ ചികിത്സാ സാമഗ്രികൾ ഇല്ലെന്നതിൻ്റെ പേരിൽ ശസ്ത്രക്രിയകൾ മുടങ്ങാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നത്. അതും ന്യൂറോളജി സംബന്ധമായ ശസ്ത്രക്രിയകളാണ് ഏറ്റവും കൂടുതൽ മുടങ്ങുന്നത്. ഇതിനോടകം തന്നെ ഓൺലൈനിൽ ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്ത് മാസങ്ങളോളം അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ആ രീതിയിൽ പലരും ഡേറ്റ് എടുത്ത് ഇന്ന ദിവസം ശസ്ത്രക്രിയ നടക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ കാത്തുകിടക്കുകയും അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് താമസിച്ച് അങ്ങോട്ടേക്ക് എത്താമെന്ന് കരുതുന്ന ആൾക്കാർക്കാണ് വലിയ നിരാശയുണ്ടാകുന്നത്. അങ്ങനെ 100 കണക്കിന് രോഗികൾ ഇതിനോടകം തന്നെ ഈ ശസ്ത്രക്രിയ മുടങ്ങുമ്പോൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ ആശങ്കയിലാണ്. ഇത് സംബന്ധിച്ച് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന വിവരം അങ്ങനെയുള്ള ഒരു ദീർഘകാല പ്രതിസന്ധി ഉണ്ടാവുകയില്ല. ചില ദിവസങ്ങളിൽ മുടങ്ങിയാലും അത് പരിഹരിക്കാനുള്ള പ്രത്യേക പദ്ധതി ഉണ്ടാകുമെങ്കിലും എന്ന് പറയുമ്പോഴും ആ പദ്ധതി എന്താണെന്നോ ഒപ്പം തന്നെ ഈ ചികിത്സാ സാമഗ്രികൾ എത്തിക്കുന്നതിലെ മറ്റ് സാധ്യതകൾ, ഈ പദ്ധതിയിൽ എന്താണ് ഉദ്ദേശിക്കുന്നോ കാര്യങ്ങളൊന്നും നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല. അങ്ങനെ ശ്രീചിത്ര പോലെയുള്ള ആശുപത്രിയിൽ ഇത്രയും വലിയ രോഗികൾ എത്തുന്ന ഒരവസ്ഥയിൽ ഇങ്ങനെ ശസ്ത്രക്രിയ മുടങ്ങിയാൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. സംസ്ഥാനത്തിനകത്തു നിന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന് പുറത്തു നിന്നുമൊക്കെ തന്നെ പല രോഗികൾ ഇതിനോടകം തന്നെ ഈ ആശുപത്രിയെ സമീപിച്ച് ശസ്ത്രക്രിയയുടെ ഡേറ്റ് എടുത്തതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നിലവിൽ നിശ്ചയിച്ച ശസ്ത്രക്രിയ സംബന്ധിച്ച് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും വ്യക്തത ശ്രീചിത്രയിലെ അധികൃതർ നൽകിയിട്ടില്ല. പ്രജിൻ. മനീഷ് മഹിപാലാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ശ്രീചിത്രയിലെ പ്രതിസന്ധി അതാണെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നൊരു പുതിയ വാർത്ത വരുന്നു. അവിടെ ഈ സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കാൻ സർക്കാർ മെഡിക്കൽ കോളേജാണ് അവിടെ 50 രൂപ ഈടാക്കിയിട്ടുണ്ട്. അങ്ങനെ സന്ദർശനം നിയന്ത്രിക്കാനുള്ളൊരു തീരുമാനം അവിടെ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ഇപ്പോൾ ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിരിക്കുകയാണ്. ഈ ഫീസ് വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കണം എന്നാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കോഴിക്കോട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് എന്ന് മിഥില ബാലൻ കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു.